ഗസയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ തിരിച്ചു വരുന്ന മനുഷ്യന്മാർക്ക് എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ തിരിച്ചു വരുന്നത്? ഇവർക്കിനി അവിടെ ഒരു ജീവിതം സാധ്യമാകും ഉടനെ എന്ന് തോന്നുന്നുണ്ടോ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ? ഒട്ടും എളുപ്പമല്ല. കാരണം ഡെപ്ലീറ്റഡ് യുറേനിയം കണ്ടൻറ്റുള്ള ബോംബുകൾ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ദുർബലമായ രൂപത്തിലുള്ള റേഡിയേഷൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതത്ര എളുപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ താമസിക്കുന്ന ആളുകളിലുണ്ടാക്കും. അപ്പം അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, അടിസ്ഥാനപരമായി വീട് വേണം, വെള്ളം വേണം, തണുപ്പ് നല്ലതുപോലെയുള്ള ഒരു മേഖലയാണത്. തണുപ്പ് കാലത്ത് അതിജീവിക്കാൻ പറ്റണം. ഇതിനൊക്കെ പറ്റുന്ന രീതിയിൽ വീണ്ടും താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം അവിടെയുള്ള ആകാശത്തിന് മേലെ, ഭൂമിക്ക് മേലെ ഉയർന്നു നിൽക്കുന്നതെല്ലാം തകർത്ത് തരിപ്പണമാക്കി. അവിടുത്തെ ഈ ഡെബ്രിസ്, ഈ തകർന്ന അവശിഷ്ടങ്ങൾ മാറ്റൽ തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. എന്നിട്ട് വേണം അവിടെ പുതിയ അധിവാസ കേന്ദ്രങ്ങൾ പണികഴിപ്പിക്കാൻ. അധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോഴും ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളത്തിൻ്റേതാണ്. അവിടെ പ്രധാനമായും ആളുകൾ ജോർദാൻ നദിയിലെ വെള്ളത്തെയാണല്ലോ ആ മേഖലയിൽ ആശ്രയിക്കുന്നത്. 365 ദിവസവും വെള്ളമുള്ള ഒരു നദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ നദിയുമായി നേരിട്ട് ബന്ധമില്ല. അവരധികവും ഭൂഗർഭ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ ദീർഘകാലം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ ഫലമായി പല മേഖലയിലും ഈ ആർട്ടിഷ്യൻ വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ഇനി അവിടെയുള്ള ഭൂമിയുടെയും അതുപോലെ സസ്യങ്ങളുടെയും ഒക്കെ ഒരു ബയോകെമിക്കൽ അനാലിസിസ് നടത്തിയാലേ എത്രമാത്രം ശരീരത്തിന് ദോഷകരമായ വസ്തുക്കൾ, രാസവസ്തുക്കൾ അതിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരു യുദ്ധഭൂമിയിൽ അതിമാരകമായി ബോംബിങ് നടന്ന പ്രദേശമാണ്. ആ സ്ഫോടനവും അത് സൃഷ്ടിച്ചിട്ടുള്ള മാലിന്യങ്ങളും അത് ഭൂമിയെ മലിനമാക്കിയിട്ടുണ്ട്, വായുവിനെ മലിനമാക്കിയിട്ടുണ്ട്, അവിടെയുള്ള ജീവജാലങ്ങളെയും വെള്ളത്തെയും മലിനമാക്കിയിട്ടുണ്ട്. അങ്ങനെ സർവത്ര മലിനീകരിക്കപ്പെട്ട ഒരു ഭൂമിയാണത്. അവിടെയാണ് മനുഷ്യർ ഒരുപക്ഷെ ഇപ്പോഴും മണ്ണിനടിയിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിലുമായിട്ട് മരണപ്പെട്ട് എവിടെയും എണ്ണപ്പെടാതെ പോയ ശവശരീരങ്ങളും ഉണ്ടാകും. അത് മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പം അവർക്ക് താമസയോഗ്യമായ ഒരു ഭൂമിയായി അതിനെ മാറ്റുക എളുപ്പമുള്ള കാര്യമല്ല.